ഹലോ ഓൾ, വെൽക്കം ടു ഒരു കുട്ടി വ്ലോഗ് ഓഫ് വാൻഡ്രിങ് ടെക്കി. പണ്ടൊക്കെ ഒരു ട്രിപ്പ് പോകണമെങ്കിൽ കുറേ ഡേയ്സ് പ്ലാൻ ചെയ്യണം. പക്ഷേ ഇപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. എല്ലാവരും ഒറ്റ മൈൻഡിൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ അധികം പ്ലാനിങ് ഒന്നും ഇല്ലാതെ മിക്ക ട്രിപ്സും പോകാൻ പറ്റാറുണ്ട്. അങ്ങനെ ഇത്തവണ നമ്മൾ ആനയടിക്കുത്ത് വാട്ടർഫോൾസിലേക്കാണ് പോകാൻ പ്ലാൻ ചെയ്തത്. കാക്കനാട് നിന്ന് ഏകദേശം ഒരു 63 കിലോമീറ്റേഴ്സ് ഉണ്ട് ആനയടിക്കുത്ത് വാട്ടർഫോൾസിലേക്ക് എത്താനായിട്ട്. നമ്മൾ ഇവിടേക്ക് എത്താനായിട്ട് അധികം ഡയറക്ഷൻസോ സൈൻ ബോർഡ്സോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ഈ ഒരു കാടിനുള്ളിൽ ഇവിടെ സൈഡിൽ വീടുകളും ഒക്കെ ഉണ്ട്, ആൾ താമസമുള്ള ഏരിയ ആണ്. അപ്പോൾ ഇതിനുള്ളിൽ ഒരു വാട്ടർഫോൾസ് എന്ന് പറയുന്നത് ഭയങ്കര സർപ്രൈസിങ് ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഇതൊരു പിക്നിക് സ്പോട്ടായിട്ട് പിക്നിക് ബാഗ്സും സ്നാക്സും ഒക്കെ ആയിട്ട് ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ നമുക്ക് സ്നാക്സും ചെറിയ വെള്ളവും അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ തന്നെ അവൈലബിൾ ആയിരുന്നു. പിന്നെ നമ്മുടെ ബാഗേജസ് ഒക്കെ വെക്കാൻ ലോക്കേഴ്സും അവിടെ അവൈലബിൾ ആണ്. പിന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിലും അവിടെയും വാഷ്റൂംസും എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ആ റോക്കിൻ്റെ അവിടെ ഫാമിലി ആയിട്ട് ഇരിക്കുകയും വ്യൂ ഒക്കെ ആസ്വദിച്ച് എല്ലാവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു പ്ലേസ് ആയിരുന്നു ഇത്. പിന്നെ ഇവിടെ അധികം അങ്ങനെ വെള്ളത്തിന് ആഴമൊന്നുമില്ല, കാരണം ഇത് ഒഴുകിപ്പോകുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ ഈവൻ കുട്ടികൾക്കാണെങ്കിലും അവിടെ പേരൻസൊക്കെ ആയിട്ട് വന്ന് നിൽക്കാനും അവർക്കാണെങ്കിലും ഇവിടെ ടൈം സ്പെൻഡൊക്കെ ചെയ്യാൻ അധികം റിസ്കി ഫാക്ടേഴ്സൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. പിന്നെ നീന്താൻ അങ്ങനെ അത്ര പറ്റുന്നൊരിടമല്ല. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവർ നീന്തൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരത് ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യുന്നതാണ് നിങ്ങളീ കാണുന്നത്. മിക്ക സ്ഥലങ്ങൾക്കും എന്തെങ്കിലും ഒരു ഹിസ്റ്ററി കാണും അല്ലേ? അങ്ങനെ ഞാനും ഇവിടേക്ക് വരുന്ന റൂട്ടൊക്കെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വായിച്ചതാണ് ഈ ആനയടിക്കുത്ത് വാട്ടർഫോൾസ് അല്ലെങ്കിൽ ആനച്ചാടിക്കുത്ത് വാട്ടർഫോൾസ്. പണ്ട് ഇതിന് ഇങ്ങനെ പേര് വീണത് എന്തെന്ന് വെച്ചാൽ, പണ്ട് കുറേ കാട്ടാനകൾ ഒരുമിച്ച് പോയപ്പോൾ അതിലൊരു കാട്ടാന എന്തോ ഈ വെള്ളത്തിലേക്ക് തെന്നി വീണ് മരിച്ചു. അങ്ങനെയാണ് ഈ പേര് വന്നത്, അല്ലെങ്കിൽ ആനച്ചാടിക്കുത്ത് ആനയടിക്കുത്ത് എന്ന പേര് വന്നതെന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. അഥവാ അങ്ങനെ അല്ലെങ്കിൽ അറിയാവുന്നവരാരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ ആക്ച്വലി 2 പാർട്ടുണ്ട്. ഒന്ന് ഈ വാട്ടർഫോൾസിൻ്റെ ഈ ഒരു വെള്ളം വീഴുന്ന ഏരിയയും പിന്നെ ഈ വാട്ടർഫോൾസിൻ്റെ മേലത്തെ ആ ഒരു ഏരിയയും. ഇതാണ് ആ മേലത്തെ ഏരിയ. ഇത് നല്ല വ്യൂ ആയിരുന്നു ഇവിടുന്ന് കാണാനായിട്ട് തന്നെ. ആ വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി താഴേക്ക് വീഴുന്നതും നല്ല ഗ്രീനറിയും സ്കൈയും റോക്കും എല്ലാം കൂടെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ പറയുകയാണെങ്കിൽ, നമ്മൾ ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൈവസി ഒക്കെ വേണം എന്നുള്ളവർ മേലത്തെ താഴെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് മേലെ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മേലെ കുറച്ചുകൂടെ ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു സ്പോട്ട്സ് ഉണ്ട്, ഇങ്ങനെ കുട്ടി കുട്ടി വാട്ടർഫോൾസൊക്കെ ഉള്ള സ്പോട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ എല്ലാവർക്കും വന്നിരിക്കാനും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കാനൊക്കെ പറ്റിയൊരു സ്പേസാണിത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ എനിക്ക് മേലത്തെ ഭാഗമാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. നമുക്കെല്ലാവർക്കും ഓരോ ടെൻഷൻസും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്ത് ഉള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും അല്ലേ? അപ്പോൾ ഒരു ദിവസം ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് ഒരു 1 ഡേ ട്രിപ്പ് പോകാനായിട്ടുള്ളൊരു സ്പോട്ട് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനായിരിക്കും. എസ്പെഷ്യലി കൊച്ചിയിലുള്ള ആൾക്കാർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനായിരിക്കും. 2 hours തന്നെ ഉള്ളൂ കൊച്ചിയിൽ നിന്ന് ഇവിടേക്ക് എത്താനായിട്ട്. പിന്നെ നല്ല ഒരു റിലാക്സേഷൻ നമുക്ക് കിട്ടും ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നെങ്കിലും തിരിച്ച് പോകാറായപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. കമൻസും ഫീഡ്ബാക്സും ഒന്നും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.